ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നേടിയ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. കമ്മീഷണർ ഓഫീസിലാണ് ഹാജരായത്. ചോദ്യം ചെയ്യാൻ കമ്മീഷണർ ഓഫീസിൽ അസൗകര്യമുള്ളത് മൂലം സിദ്ദിഖിനെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, എന്തുകൊണ്ടാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്? ചോദ്യം ചെയ്യാൻ കമ്മീഷണർ ഓഫീസിൽ ചില സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നുവെന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞത്. അസൗകര്യം കൊണ്ടാണോ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്? തീർച്ചയായും അസൗകര്യം കൊണ്ട് തന്നെയാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. ഇവിടെയാണ് ഇൻട്രോഗേഷൻ, അതായത് സിറ്റി പരിധിയിൽ ഇൻട്രോഗേഷൻ റൂം ഉള്ളത് ഇവിടെയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇൻട്രോഗേഷൻ റൂം ഇവിടെയുണ്ട്. അതായത് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഒന്നിച്ചിരുന്ന് ചോദ്യം ചെയ്യാം. 2 മുറിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുറിയിൽ ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്നത് പുറത്തെ രണ്ടാമത്തെ മുറിയിൽ ഇരുന്ന് കേൾക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവയെല്ലാം ഉള്ളത് കൊണ്ടാണ് സിദ്ദിഖിനെ ഇവിടെ കന്റോൺമെന്റ് സ്റ്റേഷനിലെ ഇൻട്രോഗേഷൻ റൂമിലേക്ക് മാറ്റിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് നേരിട്ട് ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. കൂടാതെ മെറിൻ ജോസഫ് IPS ഒപ്പം ക്രൈംബ്രാഞ്ച് SP അടക്കമുള്ളവരാണ് ഇപ്പോൾ നേരിട്ട് ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായി ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. കാരണം നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. പ്രാഥമികമായി വിവരശേഖരണമായിരിക്കും നടത്താൻ സാധ്യത. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള, അത് കോടതിയുടെ കൂടി അനുമതിയോട് കൂടിയാകാനും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളത്. നമ്മോടൊപ്പം റിനു കൂടി ചേരുന്നുണ്ട്. റിനു, നിലവിൽ സുപ്രീം കോടതിയുടെ അറസ്റ്റ് നിർദ്ദേശം തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയായിരിക്കും പോലീസിന്റെ നടപടികൾ? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതൊരു സാധാരണ വിവരശേഖരണം, പ്രാഥമിക ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ്. കാരണം കോടതിയിൽ പോലീസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു പഴുതുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനിയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ള അടക്കം 22-ാം തീയതി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കും. കാരണം ഇപ്പോൾ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ എടുത്ത് ഇവിടെ വിചാരണ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വഞ്ചൂരിൽ ഹാജരാക്കി ജാമ്യം വ്യവസ്ഥകളോടുകൂടി ഇദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞാൽ ഇനിയൊരു ചോദ്യം ചെയ്യലിന് സാധ്യത കുറവാണ്. വാദിക്കാൻ വേണ്ടി കഴിയും സിദ്ദീഖിന്. കോടതിയിൽ തന്നെ ചോദ്യം ചെയ്തു, എല്ലാ രീതിയിലും സഹകരിച്ചു എന്നുള്ളത്. നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഉച്ചയോടുകൂടി ഈ ഒരു ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച്, അല്ലെങ്കിൽ പ്രാഥമിക വിവരശേഖരണം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കും. ഒരു കേസ് അല്ലെങ്കിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവില്ല എന്നുള്ളത്. സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ട്. തീർച്ചയായും. കാര്യം നിലവിൽ ഇനിയും വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ സിദ്ദീഖ് ഒരു കാരണവശാലും സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സർക്കാർ അഭിഭാഷകൻ സമീപിക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടും, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ സിദ്ദീഖിന് ജാമ്യം കിട്ടാൻ കൂടുതൽ സാഹചര്യം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ മധുസൂദനൻ SP അതുപോലെ തന്നെ മെറിൻ ജോസഫിൻ്റെ ഒക്കെ തന്നെ നേതൃത്വത്തിലാണ്, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ ഇൻട്രോഗേഷൻ റൂമിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാമെങ്കിൽ പോലും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ളത് സിദ്ദീഖിന് നൽകിയ ഈ നോട്ടീസിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതൊരു പ്രാഥമിക വിവരശേഖരണം മാത്രമാണെന്നാണ് ആ നോട്ടീസിൽ പറയുന്നത്. നേരത്തെ സിദ്ദീഖ് തന്നെ സ്വയമേ ഇങ്ങോട്ട് മെയിലയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് വരണമെന്നുള്ളത്. ആദ്യം സിദ്ദീഖ് നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പേ തന്നെ എത്തിച്ചേരാം എന്നുള്ളതൊക്കെ ഒരു വിവരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് തന്നെ സിദ്ദീഖിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചില നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഒരു അനുമതിയൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ഇപ്പോൾ നിലവിൽ പോലീസ് പോയിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും 9:40 കൂടിയാണ് കമ്മീഷണർ ഓഫീസിൽ സിദ്ദീഖ് എത്തുന്നത്. സിദ്ദീഖിനൊപ്പം സിദ്ദീഖിൻ്റെ മകനുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ എത്തിയപ്പോഴാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞത്. ഇവിടെയാണ് നാർക്കോട്ടിക് സെൽ AC ഉള്ളത്. നാർക്കോട്ടിക് സെൽ ACയുടെ നേതൃത്വത്തിലാണ് നേരിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. ഒപ്പം ഈ ടീമിലെ അംഗങ്ങൾ കൂടി, അതായത് ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ, മെറിൻ ജോസഫ് IPS അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും എത്ര മണിക്കൂർ ഈ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുമെന്നുള്ളതും കാണേണ്ടതാണ്. നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വ്യക്തമാണ്. സുപ്രീം കോടതിയുടെ മുൻകൂർ ജാമ്യത്തിൽ നിന്നുള്ള അനുമതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അറസ്റ്റ് നടപടികൾ ഉണ്ടാവില്ല. SP-മാരായ മെറിൻ ജോസഫും മധുസൂദനും എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത നിലവിലില്ല. ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടേക്കും. രാവിലെ 9:45 സിദ്ദീഖ് തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയത്. ഉമേഷ് ബാലകൃഷ്ണനും ഒപ്പം റിനു സീധറുമാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സിദ്ദീഖിനെ വിട്ടയക്കുകയാണെങ്കിൽ 2 ആഴ്ചയ്ക്കു ശേഷം വീണ്ടും കോടതി ഇത് പരിഗണിക്കുമ്പോൾ ആ കാര്യം ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാവുമല്ലോ സ്വാഭാവികമായും. പക്ഷേ തെളിവുകളുടെ സാന്നിധ്യം അത് എത്രത്തോളം സിദ്ദീഖിന് എതിരാവുമെന്നറിയില്ല. അങ്ങനെ തെളിവുകൾ ശക്തമായ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ സാധിച്ചാൽ ആ തെളിവുകളിൽ സിദ്ദീഖ് കുരുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷേ
കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുപക്ഷേ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടേക്കും.